സ്ഥാനാർബുദ ചികിത്സയിൽ ക്യാൻസർ നീക്കം ചെയ്യുന്നതിനൊപ്പം സ്തനത്തിന്റെ സ്വാഭാവിക രൂപം നിലനിർത്താൻ സഹായിക്കുന്ന ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജറി കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കണ്ണൂരിൽ വിജയകരമായി നടത്തി. 52 വയസ്സുള്ള വനിതയ്ക്കാണ് ചികിത്സ നടത്തിയത്. ക്യാൻസർ ബാധിച്ച ഒരു സ്തനത്തിൽ ക്യാൻസർ നീക്കം ചെയ്യുന്നതിനൊപ്പം അതിന്റെ രൂപം നിലനിർത്തുന്ന ശസ്ത്രക്രിയയും മറുവശത്തെ സ്തനത്തിൽ ആവശ്യമായ സൗന്ദര്യപരമായ കുറയ്ക്കൽ ശസ്ത്രക്രിയയും ഒരേ അനസ്തേഷ്യയിൽ തന്നെ പൂർത്തിയാക്കി. ക്യാൻസർ സർജറിയിലൂടെ സ്ത്രീകൾ നേരിടുന്ന വലിയ ആശങ്കകളിലൊന്ന് മാറ് നഷ്ടപ്പെടുന്നു എന്നതാണ്. അതിനുള്ള ഒരു പ്രധാന പരിഹാരമാണ് ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജറി. ക്യാൻസർ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനൊപ്പം സ്തനത്തിന്റെ സ്വാഭാവിക രൂപം പരമാവധി നിലനിർത്താൻ ഈ ചികിത്സ സഹായിക്കുന്നു. അതിലൂടെ സർജറിക്ക് ശേഷവും സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെ സമൂഹത്തിനു മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നു. ക്യാൻസർ ചികിത്സയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ശരീരത്തിന്റെ സ്വാഭാവിക രൂപവും ആത്മവിശ്വാസവും സംരക്ഷിക്കുക എന്നതാണ് ഈ ചികിത്സാരീതിയുടെ പ്രധാന ലക്ഷ്യം. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് രോഗികളിലേക്കും അല്ലെങ്കിൽ രോഗീൻ്റെ ബൈസ്റ്റാൻഡേഴ്സിലേക്കും ഒരു നെഗറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു വാക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ സ്തനത്തെ ബാധിക്കുന്ന ക്യാൻസറുകൾ നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മളൊരു തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഒരുപാട് സർജറീസ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതായത് ക്യാൻസർ ഒരു പ്രശ്നക്കാരനാണ്, പക്ഷേ ആ ക്യാൻസർ കൊണ്ട് രോഗിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റം അവർക്കൊരു പോസിറ്റീവായിട്ട് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോഴാണ് സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ബ്രസ്റ്റ് നീക്കം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കീമോതെറാപ്പിയിൽ ഹെയർ നഷ്ടപ്പെടുക, പിന്നെ റേഡിയേഷൻ എടുക്കേണ്ടി വരിക, അങ്ങനെ ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ കാലയളവിലാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ പല രോഗികളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗീൻ്റെ രോഗവിവരം പറയാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതെല്ലാവരും പറയുന്നുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും പല സെൻറ്ററുകളും അത് ചെയ്യുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ രോഗീനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇതൊരു വലിയൊരു ഒരു ടാസ്ക്കാണ്. അപ്പോൾ രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളിപ്പോൾ അടുത്ത ദിവസം നമ്മൾ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു പേഷ്യൻ്റ് വന്നു, അവരുടെ ഒരു സൈഡിൽ ബ്രസ്റ്റിൽ മുഴയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിലുള്ള മുഴ നമ്മൾ നീക്കം ചെയ്യുകയും ആ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ബ്രസ്റ്റ്, അതായത് യങ് ബ്രസ്റ്റാക്കി മാറ്റുക, അതായത് സൈസ് കുറക്കുകയും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ടെക്സ്ചറും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആ ബ്രസ്റ്റിനെ റീമോഡിഫൈ ചെയ്യും. അത് ഒരു പോസിറ്റീവാണ്. സെക്കൻഡ് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രസ്റ്റിൽ നമ്മൾ മുഴ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറവായിരിക്കും. അപ്പോൾ ആ സൈസ് കുറഞ്ഞ ബ്രസ്റ്റിൻ്റെ അതേ സൈസിലേക്ക് സിമ്മട്രൈസേഷൻ എന്ന് പറയും, സിമ്മട്രി ആക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് നമ്മളൊരു എസ്തറ്റിക്, അതായത് സൗന്ദര്യവൽക്കരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർജറി രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബ്രസ്റ്റ് നമ്മൾ അതേ സൈസും ടെക്സ്ചറിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മളതിനെ നമ്മുടെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറാപ്യൂട്ടിക് മാമോപ്ലാസ്റ്റി നമ്മൾ ഒരു സൈഡിലും റിഡക്ഷൻ മാമോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി മറ്റേ സൈഡിലും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, അതായത് ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു എസ്തറ്റിക് സർജറി ചെയ്ത് പുറത്തിറങ്ങുന്ന ഒരു എനർജി അവർക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. രോഗി നമുക്ക് 2-3 ദിവസം കൂടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞ രോഗിനെ നമ്മൾ സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. അതിൻ്റെ കൂടെ എസ്തറ്റിക് സർജറി, അതായത് സൗന്ദര്യവൽക്കരണ സർജറീൻ്റെ ഒരു ഭാഗവും കൂടി ചെയ്തിട്ടാണ് നമ്മൾ രോഗിയെ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളെ രോഗിയും തന്നെ അവർക്കൊരു ഇങ്ങനൊരു സംഭവം കൂടി ചെയ്തു എന്നുള്ളത് മുമ്പ് എന്ന് പറയേണ്ട ഒരു പോസിറ്റീവ് എനർജിയിലാണ് ആ രോഗി പിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ എല്ലാവരും അറിയണം. നമ്മൾ ക്യാൻസർ സെൻറ്ററുകൾ മാത്രം ആശ്രയിച്ചിട്ട് ചെയ്യുന്ന സർജറീസ് നമ്മളിപ്പോൾ കണ്ണൂർ ടൗണിലുള്ള നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉപകരണത്തിൻ്റെ ആവശ്യമില്ല. സമൂഹം ഇതിനെ പറ്റിയിട്ട് ബോധവൽക്കരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അഡ്വാൻസ് സർജറീസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുകയുള്ളൂ. രോഗത്തിന്റെ സ്വഭാവവും ആരോഗ്യനിലയും വിലയിരുത്തിയ ശേഷമാണ് ഇത്തരം ചികിത്സാരീതി തിരഞ്ഞെടുക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് സീനിയർ കൺസൾട്ടന്റ് ആൻഡ് HOD ഡോക്ടർ ദേവരാജ് TV, ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് MP, ഡോക്ടർ അഞ്ജലി K, ഡോക്ടർ നീരജ എന്നിവരും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഫായാസ് AK, ഡോക്ടർ ഉമ്മുൽ ഫബീന മംഗലാടൻ എന്നിവരും ചികിത്സാ സംഘത്തിന്റെ ഭാഗമായി.
സ്തനാർബുദ ചികിത്സയ്ക്കൊപ്പം രോഗിയുടെ ആത്മവിശ്വാസവും ജീവിത നിലവാരവും സംരക്ഷിക്കുന്ന സമഗ്രമായ ചികിത്സാ സൗകര്യങ്ങൾ വടക്കൻ കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭ്യമാക്കുകയാണ് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ.